പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDP-യും ഒക്കെ ഇത്ര ക്രൂരമായ മനസ്സിന്റെ ഉടമകളാണെന്ന് NIA പറയുമ്പോഴല്ല, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് SDP ചെയ്ത ക്രൂരത അറിയാമല്ലോ. റസീന എന്ന് പറഞ്ഞ യുവതി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണമൊക്കെ നമുക്കറിയാം. ആൾക്കൂട്ട വിചാരണയൊക്കെ നടത്തി അവരുടെ സ്വകാര്യ കോടതിയിൽ വിചാരണ നടത്തി, പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി ചർച്ച നടത്തി ഒരു പെണ്ണുങ്ങളെ കൊലക്കി കൊടുത്ത സംഭവം നമുക്കറിയാം. അവരങ്ങനെ ചെയ്യത്തുള്ളൂ. അവരുടെ ഭരണഘടന അങ്ങനെയാണ് SDP-യുടെ. ഇനി അവരുടെ മുത്തപ്പനാണ് PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അത് രാജ്യം നിരോധിച്ച സംഘടനയാണ്. കഴിഞ്ഞ ദിവസം NIA കോടതിയിൽ, കൊച്ചിയിലെ NIA കോടതിയിൽ NIA ഒരു റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ RSS നേതാവ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് ഏകദേശം 1000-ഓളം ആളുകളെ കൊലപ്പെടുത്താനുള്ള ലിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ആലോചിച്ച് നോക്കുക, എന്ത് ക്രൂരമായ മനസ്സിന് ഉടമകളാണ് ഇവർ. മതരാഷ്ട്രം, ഇസ്ലാമിക രാഷ്ട്രം 2047 ആകുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം. അത് ആ ലക്ഷ്യം വെച്ച് അവർ പറയുന്നു ഈ 1000-ഓളം ആളുകളെ കൊലപ്പെടുത്തണം. 1000-ഓളം ആളുകളെ കൊലപ്പെടുത്തിയാൽ മാത്രമേ കാര്യങ്ങൾ സാധ്യമാവുകയുള്ളൂ. എന്നിട്ട് ആരൊക്കെയാണ് ഇതിൽ? 51-ാം പ്രതി സിറാജുദ്ദീൻ, അയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത രേഖയിൽ 240 പേരുടെ ലിസ്റ്റാണ്. 240 പേരടങ്ങിയ ലിസ്റ്റ്. 240 പേരെ കൊല്ലണമെന്നാണ് അയാളുടെ ലിസ്റ്റ്. അടുത്ത 15-ാം പ്രതി അയാൾ തയ്യാറാക്കിയിരിക്കുന്നതോ എന്താണ്? അയാൾ 15 പേരുടെ ലിസ്റ്റാണ്. അതുപോലെ 17-ാം പ്രതി 197 പേരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. രണ്ടാമതൊരു ലിസ്റ്റിൽ അയാൾ തയ്യാറാക്കിയ 35 പേരുടെ ലിസ്റ്റ് രണ്ടാമതൊന്ന്. അതുപോലെ 69-ാം പ്രതി 500 പേരുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ 51-ാം പ്രതി, അതുപോലെ 15-ാം പ്രതി, 17-ാം പ്രതി, അതുപോലെ 69-ാം പ്രതി, ഇവരൊക്കെ ഓരോ ലിസ്റ്റ് തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. അങ്ങനെ ഇഷ്ടമില്ലാത്ത ആളുകളെ കൊല്ലണം. ഈ ഇഷ്ടമില്ലാത്ത ആളുകളെ കൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഒരു ജില്ലാ ജഡ്ജിയുടെ പേരും എടുത്തു പറയുന്നുണ്ട്. സെഷൻസ് ജഡ്ജി, അയാളെയും കൊല്ലേണ്ടതുണ്ട് എന്ന് എടുത്തു പറയുന്നുണ്ട്. ആരെയൊക്കെ? എതിർ രാഷ്ട്രീയ കക്ഷികൾ, എതിർ സ്വരം ഉയർത്തുന്നവർ, ഇവരെ എതിർക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഉന്മൂലനം ചെയ്യണം എന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറയുന്നു. എന്നിട്ട് അവരുടെ രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കുന്നതിന് SDPI, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, ഇപ്പോഴും ഉണ്ട്. നിലമ്പൂരിൽ 2500-ഓളം വോട്ടുകൾ പിടിക്കുകയും ചെയ്തു അവരുടെ രാഷ്ട്രീയ കക്ഷി. അങ്ങനെയുള്ള രാഷ്ട്രീയ കക്ഷി അവരാണ് റസീന എന്ന വീട്ടമ്മയെ കൊലക്കി കൊടുത്ത സദാചാര ഗുണ്ടായിസം കാണിച്ച പാർട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ 1000-ഓളം ആളുകളെ കൊല്ലണമെന്ന പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു. ഇനി ആ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ ഇതിനേക്കാൾ ഭീകരമാണ്. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഒരു കോടതിയുണ്ട്, അവരുടെ ഒരു സ്വകാര്യ കോടതി, സിവിൽ കോടതിയിലേക്ക് കേസുകൾ പോകാതിരിക്കാൻ വേണ്ടിയുള്ള കോടതി. ദാറുൽ ഹുദ എന്നും ദാറുൽ കോസ എന്നും ഇത് അറിയപ്പെടുന്നു. ഞാൻ മറ്റൊരു ടെലിവിഷൻ ചാനലിൽ, ഇന്ത്യ വിഷൻ ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ദാറുൽ ഹുദ എന്നാണ് അന്ന് ആ കോടതിയെ അറിയപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ അന്ന് എനിക്ക് ലഭിച്ച റിപ്പോർട്ടിൽ ആ ദാറുൽ ഹുദ എന്നാണ് ആ കോടതിയെ മെൻഷൻ ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ NIA റിപ്പോർട്ടിൽ ദാറുൽ കോസ എന്നാണ് പറയുന്നത്. ഈ ദാറുൽ ഹുദയെക്കുറിച്ച് ഞാൻ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് നമ്മൾക്ക് ഒരു കേസ് വന്നാൽ, ഒരു വഴക്ക് ഉണ്ടായാൽ നമ്മൾ നേരെ സിവിൽ കോടതിയിൽ പോകും, പോലീസ് സ്റ്റേഷനിൽ പോകും. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറയുന്നത് അവരുടെ കോടതിയിൽ ദാറുൽ ഹുദ ഇതിന് പരിഹാരം ഉണ്ടാക്കുമെന്നാണ്. അങ്ങനെ ഇതറിഞ്ഞപ്പോൾ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയ ഞാൻ അന്ന് വാർത്ത ചെയ്തു. വാർത്ത വന്ന ഉടനെ ഇന്ത്യ വിഷൻ എന്ന് വളരെ പ്രമുഖമായി നിൽക്കുന്ന ചാനലാണ്. വളരെ വേഗം തന്നെ വാർത്ത വൈറലായി, വാർത്ത ഹിറ്റ് എന്നാണ്, ഒത്തിരി ആളുകൾ കണ്ടു. 3 ബസ് നിറയെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ ഇന്ത്യ വിഷൻ്റെ ടുട്ടൂസ് ടവറിൽ വന്നത്. അന്ന് MV നികേഷ് കുമാറുണ്ട്, അതുപോലെ തന്നെ റെസിഡന്റ് എഡിറ്ററുണ്ട്, റെസിഡന്റ് ചുമതലയുള്ള ആളുകൾ. ഈ ആളുകൾ, നികേഷ് കുമാർ സാർ എന്നോട് പറയുകയാണ്, നീ ഇന്ന് ഓഫീസിൽ വരരുതെന്ന്. കാരണം ഇവരെന്ത് വേണോ ചെയ്യാം. പക്ഷേ ഞാൻ ഓഫീസിലുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അന്നത്തെ ഒരു നേതാവ്, അയാളുടെ ഇൻ്റർവ്യൂ, ഏകദേശം 2 മണിക്കൂറോളം നീണ്ട ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കി. പക്ഷേ MV നികേഷ് കുമാറിൻ്റെ ആ നട്ടലുള്ള ജേർണലിസ്റ്റ്, അദ്ദേഹം പറഞ്ഞു ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം പോലും ചാനലിൽ സംപ്രേഷണം ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം ഞാൻ ചെയ്ത വാർത്ത ഭരണഘടനയ്ക്ക് അനുകൂലവും ഇന്ത്യ എന്ന രാജ്യത്തിന് അത്യന്താപേക്ഷിതവുമായ വാർത്തയാണ് ഞാൻ ചെയ്തത്.
അവരുടെ ഭരണഘടനാ വിരുദ്ധമായ അവരുടെ മതകോടതിയെക്കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളെയും പൊളിച്ചെടുക്കുന്ന വാർത്തയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് MV നികേഷ് കുമാറിന് അറിയാം. ഞാൻ ചെയ്ത വാർത്ത ശരിയായിരുന്നത് കൊണ്ടും അവരുടെ പ്രസ്താവന തെറ്റായിരുന്നത് കൊണ്ടും ആ പ്രസ്താവനയുടെ ഒരു അംശം പോലും, ഒരു സെന്റൻസ് പോലും കൊടുക്കരുത് എന്ന് കർശന നിർദ്ദേശം MV നികേഷ് കുമാർ കൊടുത്തു. അതുകൊണ്ട് അവരുടെ പ്രസ്താവനയൊന്നും വാർത്തയിൽ വന്നില്ല. എൻ്റെ വാർത്തയിൽ എൻ്റെ ഷോയിൽ വരികയും ചെയ്തു. ഇത് എൻ്റെ നേരിട്ടുള്ള അനുഭവം. ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. NIA കഴിഞ്ഞ ദിവസമാണ് ദാറുൽ ഖോസയെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തത്. ഞാൻ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയ 2 PM എന്നൊരു മിഡ് ഡേ പത്രമുണ്ടായിരുന്നു. 2 PM ഇപ്പോഴില്ല. അതിൻ്റെ ജേർണലിസ്റ്റ് ആയിരുന്ന ശ്രീ MS സനൽകുമാർ, അദ്ദേഹവും ഈ വാർത്ത കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ ഭീഷണി വന്നില്ല. പക്ഷേ ടെലിവിഷൻ ഇന്ത്യ വിഷൻ ഒരു മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുണ്ടായിരുന്ന ചാനൽ കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ 3 വലിയ ബസ് നിറച്ചാണ് ടുട്ടൂസ് ടവറിൽ ആളെത്തിയത്. ഇത് നുണ പറയുന്നതല്ല, വാസ്തവമാണ്. ഞാൻ തള്ളുന്നതല്ല. നിങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഇന്ത്യ വിഷനിലുണ്ടായിരുന്ന ആരോട് ചോദിച്ചാലും ഈ വാർത്തയെക്കുറിച്ചും ഈ സംഭവത്തെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നുണ പറയുന്നതല്ല. അതുകൊണ്ട് ദാറുൽ ഖോസയൊക്കെ ഉള്ളതാണ്. ഇത് NIAയുടെ റിപ്പോർട്ടിൽ ഇപ്പോൾ പരാമർശവുമുണ്ട്. ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ നേരിട്ട് അനുഭവിച്ചതുമാണ്. ഇനിയും ഉണ്ട് കാര്യങ്ങൾ. എന്താണ് റിപ്പോർട്ടിംഗ് വിങ് ഉണ്ട് അവർക്ക്. എന്താണ് കാര്യങ്ങൾ, എവർക്കെതിരെ ആരെങ്കിലും തിരിയുന്നുണ്ടോ, എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ കൃത്യമായി ഇവരുടെ ഹൈറാർക്കി അറിയിക്കുക. അടുത്തെന്താണ് ഫിസിക്കൽ വിങ് ഉണ്ട്, കായികമായി നേരിടുന്ന വിങ്, കായിക വിങ് ഉണ്ട്. പിന്നെന്താണുള്ളത്, ട്രെയിനിങ് വിങ് ഉണ്ട്, പരിശീലിപ്പിക്കുന്ന വിങ് ഉണ്ട്. അതുപോലെ തന്നെ ഹിറ്റ് വിങ് ഉണ്ട്, ആക്രമിക്കുന്ന വിങ് ഉണ്ട്. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന വിങ്, അങ്ങനെ പലതരം വിങ്ങുകളാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഉണ്ട്, PFIക്ക് ഉണ്ടായിരുന്നത്. ഇങ്ങനെ പല വിങ്ങുകളാണ് പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ സൈന്യം, പോലീസ്, കോടതി, ഇവിടെയൊക്കെ നുഴഞ്ഞു കയറുക കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകളെ ജോലിക്ക് എത്തിക്കുക. ടെസ്റ്റ് എഴുതി തന്നെ പാസ്സായി വരും, ടെസ്റ്റ് എഴുതി തന്നെ കയറി വരും. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സംഘടന, CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന നേതാക്കളെ വാർത്തെടുക്കുക. പ്രത്യേകിച്ച് യുവജന സംഘടനകൾ, SFI ആണെങ്കിലും KSU ആണെങ്കിലും PFI, NDF എന്നൊരു സംഘടന ഉണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ യുവാക്കളെ SFIയിലോട്ടൊക്കെ കുത്തി നിറച്ചത് വളരെ തന്ത്രപൂർവ്വമായിരുന്നു. അങ്ങനെ SFIക്കാർക്ക് കുത്തേറ്റ സംഭവം വരെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. ഇപ്പോഴാണ് NIA റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. വളരെ ആസൂത്രിതമായി PFI നടപ്പിലാക്കിയ കാര്യങ്ങളാണ് അതൊക്കെ. എന്നിട്ട് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് ഈ അറബിക് ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ, നിസ്കാരം, ഇതൊക്കെ വന്നു. ഇതിലൊക്കെ SFIക്ക് പിന്നെ തടയാൻ പറ്റാതെ. കാരണം എന്താണ്, SFIയുടെ തലപ്പത്തും ഇവരുടെ നേതാക്കൾ വന്നു തുടങ്ങി. അവർ നന്നായി പ്രസംഗിക്കുന്നവരാണ്, നന്നായി കഥ പറയുന്നവരാണ്, കവിത എഴുതുന്നവരാണ്, അപ്പോൾ നന്നായി മറ്റ് കലാപ്രകടനങ്ങൾ നടത്തുന്നവരാണ്. അവരെ വിദ്യാർത്ഥികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അവർ SFIയുടെ നേതാക്കളാണ്, അവരാണ് മതപരമായ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ SFIക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരികയും പിന്നെ വലിയ സംഘർഷം നടക്കുകയും കത്തിക്കുത്തിൽ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. ഇത് ഉദാഹരണങ്ങളാണ്. PFI ഇങ്ങനെയൊക്കെയാണ് നുഴഞ്ഞു കയറിയിരുന്നത്. NIAയുടെ റിപ്പോർട്ട് ഇപ്പോൾ വന്നപ്പോൾ ആണ് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നത്. ഇതൊക്കെ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് സമൂഹത്തിലുണ്ടായിരുന്നു. PFIയെ നിരോധിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടന്നിരുന്നു. അതിന് തെളിവായി ശ്രീനിവാസൻ വധക്കേസും NIA കോടതിയിൽ ഉന്നയിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അതിഭീകരമാണ് ഇവരുടെ ഇടപെടലുകൾ. SDPI പോലുള്ള ഈ രാഷ്ട്രീയ സംഘടനയെ നിരോധിക്കുമെന്ന് നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ നിരോധിച്ച് തള്ളേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം അവരുടെ കയ്യിലിരിപ്പ് ഇതാണ്. PFIയുടെ ഫണ്ട് മുഴുവൻ വിനിയോഗിച്ചിരുന്നത് SDPI ആണ്. SDPIക്ക് വരുന്ന ഫണ്ട് മുഴുവൻ ഇവരിലൂടെയാണെന്ന് പറഞ്ഞിട്ടാണ് SDPIയുടെ വലിയ നേതാവിനെ NIA അറസ്റ്റ് ചെയ്തത്. ഇതൊക്കെയാണ് വാസ്തവം. ഈ വാസ്തവങ്ങൾ ഇത്തരം റിപ്പോർട്ടിലൂടെയാണ് പുറത്തു വരുന്നത്. ഇത് നമ്മളിരുന്ന് പറയുമ്പോൾ ഇതിന് താഴെ കമന്റ് ചെയ്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പൂർവികന്മാരെ വരെ ചീത്ത വിളിക്കാനും ആളുകളുണ്ടാകും. അതൊക്കെ ഒരു സൈഡിൽ നടക്കും. പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. NIAയുടെ റിപ്പോർട്ട് പുറത്തു വരുന്ന ഈ അവസരത്തിലെങ്കിലും ഇവരുടെയൊക്കെ പൊയ്മുഖങ്ങൾ അടർന്ന് വീഴേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.